അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി ആരാണ്? ആരാണ്? എവിടെ വെച്ചാണ്? എപ്പോഴാണ് ആ പ്രഖ്യാപനം നടത്തുക? അതൊരു പത്രസമ്മേളനമാണെങ്കിൽ അതിൽ ആരൊക്കെ പങ്കെടുക്കും? അതോ അതൊരു പത്രക്കുറിപ്പ് ആകുമോ? 2026 ഏപ്രിൽ മാസം 9 കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും മുമ്പ് തന്നെ ഇതറിയുന്ന ആരാണ് ഈ ലോകത്തുള്ളത്? ഒരാൾ മാത്രം, ഈ ലോകത്തിന്റെ സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല. എല്ലാവരെയും അറിയുന്ന, എല്ലാവർക്കും അറിയുന്ന ഈ ലോകത്തിന്റെ സൃഷ്ടാവിന് അറബിയിൽ പറയുന്ന പേരാണല്ലോ അല്ലാഹു എന്നത്. ഇസ്ലാമിന്റെ സുപ്രധാനമായ ഒരു അധ്യാപനമാണിത്. മറഞ്ഞ കാര്യങ്ങൾ, ഗൈബിയായ കാര്യങ്ങൾ അറിയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. ലോകത്തിന്റെ വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആനിലൂടെ പ്രവാചകനോട് പ്രഖ്യാപിക്കാൻ പറയുന്നു, ഖുൽ ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർളിൽ ഗൈബ ഇല്ലല്ലാഹ്. ആകാശഭൂമികളിൽ മറഞ്ഞ കാര്യങ്ങൾ, ഗൈബിയായ കാര്യങ്ങൾ അറിയുന്നവൻ അല്ലാഹുവല്ലാതെ മറ്റാരുമില്ല എന്ന്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സൽക്കരിക്കുക എന്ന വ്യാജേന ഒരു ജൂത സ്ത്രീ മാംസത്തിന്റെ ഉള്ളിൽ വിഷം പുരട്ടി റസൂലുള്ളാഹിക്ക് കൊടുത്തു. ആതിഥ്യം സ്വീകരിച്ചുകൊണ്ട് പ്രവാചകൻ അത് വായിൽ വെച്ചു. ജിബ്രീൽ അലൈഹിസ്സലാം വഹി കൊടുത്തു, നബിയെ അരുത് അരുത്, അതിൽ വിഷമുണ്ട് എന്ന്. ആ സ്ത്രീയുടെ മനസ്സ് വായിക്കാൻ പ്രവാചകന് കഴിഞ്ഞോ? ആ മാംസത്തിനുള്ളിൽ വിഷമുണ്ട് എന്ന് പ്രവാചകൻ അറിഞ്ഞോ? ഇല്ല. അത് പ്രവാചകന്റെ അയോഗ്യതയല്ല സഹോദരങ്ങളെ, മറിച്ച് ഗൈബിയായ കാര്യങ്ങൾ ലോകത്തിന്റെ സൃഷ്ടാവിന് മാത്രമേ അറിയുകയുള്ളൂ എന്ന് ആ വിശുദ്ധ സംഭവത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. മാനവരുടെ വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആനിലെ 11-ാം അധ്യായമായ സൂറത്ത് ഹൂദിലെ 70-ാമത്തെ ആയത്തിൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ അടുത്തേക്ക് മലക്കുകൾ മനുഷ്യരൂപത്തിൽ വന്നു. അവിടുന്ന് അതിഥികളാണെന്ന ധാരണയിൽ ഭക്ഷണം തയ്യാറാക്കി കൊടുക്കുകയാണ്. ആ സന്ദർഭത്തിൽ ഫലമ്മ റഅ ഐദിയഹും ലാ തസ്ലു ഇലൈഹി നകിറഹും വഔജസ മിൻഹും ഖീഫ, അവരുടെ കൈകൾ ആ ഭക്ഷണത്തിലേക്ക് നീളുന്നില്ല എന്ന് കണ്ടപ്പോൾ അവിടത്തേക്ക് പന്തികേട് തോന്നുകയും ഭയം തോന്നുകയും ചെയ്തു. ഖാലു, അവർ പറഞ്ഞു, ലാ തഖഫ്, നീ പേടിക്കേണ്ടതില്ല, ഇന്നാ അർസിൽനാ ഇലാ ഖൗമി ലൂത്ത്, ഞങ്ങൾ ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ സമൂഹത്തിലേക്ക് നിയോഗിക്കപ്പെട്ടവരാണ്, അഥവാ മലക്കുകളാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വീട്ടിലേക്ക് കടന്നു വന്നത് മലക്കുകളാണ് എന്ന് അവിടത്തേക്ക് അറിയാത്തത് കൊണ്ടല്ലേ ഭക്ഷണം തയ്യാറാക്കിയത്? എന്തിനാണ് ഖിയാമത്ത് നാൾ വരെയുള്ള വിശ്വാസികൾ വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഹൂദിൽ ഈ കാര്യം പഠിച്ചുകൊണ്ടേയിരിക്കുന്നത്? 12-ാം അധ്യായം സൂറത്ത് യൂസുഫിൽ മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ അടുത്ത് തട്ടിപ്പ് പറഞ്ഞുകൊണ്ട് യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കൊണ്ടുപോയി കിണറ്റിൽ ഉപേക്ഷിച്ച സംഭവം. എന്നിട്ട് ഖാലു, അവർ പറഞ്ഞു, യാ അബാന ഇന്നാ ദഹബിനാ നസ്തബിഖു വതറക്നാ യൂസുഫ ഇൻദ മതാഇനാ, ഞങ്ങളുടെ പിതാവെ, ഞങ്ങൾ മത്സരിച്ച് ഓടിപ്പോവുകയും യൂസുഫിനെ ഞങ്ങളുടെ സാധനങ്ങളുടെ അടുത്ത് വിട്ടുപോവുകയും ചെയ്തു. ഫഅകലഹു ദിഅബ്, അപ്പോൾ അവനെ ചെന്നായ തിന്നുകളഞ്ഞു. നോക്കൂ, ഈ കളവ് പ്രവാചകൻ യാക്കൂബ് നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു. അവിടുന്ന് വളരെ വിഷമത്തോടുകൂടി, ആ കുട്ടി എവിടെയുണ്ട് എന്നറിയുമെങ്കിൽ ഉടൻ പറയില്ലേ, നിങ്ങൾ എന്നെ പറ്റിക്കേണ്ടതില്ല, ഇന്ന കിണറ്റിലില്ലേ എന്ന്. അങ്ങനെ മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം കാലങ്ങളോളം വിഷമിച്ച് കണ്ണിന്റെ കാഴ്ച വരെ പ്രശ്നമായി നമുക്കറിയാം. വലിയ സന്ദേശമാണ് വിശുദ്ധ ഇസ്ലാം നമുക്ക് നൽകുന്നത്. ഗൈബിയായ കാര്യങ്ങൾ അറിയുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. ഈ പ്രാവശ്യം കേരളത്തിൽ വോട്ട് ചെയ്ത വിവിധ മത അനുയായികളിൽപ്പെട്ടവർ പിന്നീട് ആരാധിക്കപ്പെടാൻ സാധ്യതയുണ്ട്, ജീവിച്ചിരിക്കുമ്പോഴും മരണപ്പെട്ടതിന് ശേഷമൊക്കെ. മുസ്ലിങ്ങളിൽപ്പെട്ട ഈ പ്രാവശ്യം വോട്ട് ചെയ്ത ജീവിച്ചിരിക്കുന്ന ചില പണ്ഡിതന്മാർ മരണപ്പെട്ടാൽ ജനങ്ങൾ അവരെ വിളിച്ചു പ്രാർത്ഥിക്കാനും അവരുടെ ഖബറുകൾ കെട്ടിപ്പൊക്കാനും സാധ്യതയുണ്ട്. ആ ജീവിച്ചിരിക്കുന്ന ഇന്നത്തെ പണ്ഡിതന്മാർ അവർ വോട്ട് ചെയ്തൊരു ബൂത്ത് ഉണ്ടാകുമല്ലോ, ആ പോളിംഗ് ബൂത്തിൽ ഓരോ സ്ഥാനാർത്ഥിക്കും വോട്ടിംഗ് മെഷീൻ തുറക്കുമ്പോൾ എത്ര വോട്ട് കിട്ടുമെന്ന് മെയ് 3-ന് അവർക്ക് പറയാൻ സാധിച്ചോ? സാധിക്കില്ല. അപ്പോൾ കാരണം എന്താണ്? ആ വോട്ടിംഗ് മെഷീനിലെ വോട്ട് എങ്ങനെ കിടക്കുന്നു എന്ന് കാണാനുള്ള കഴിവ് അവർക്കില്ല. കാരണം ബസീർ, എല്ലാം കാണുന്നവൻ എന്ന പ്രത്യേകത റബ്ബിനുള്ളതാണ്. എല്ലാം അറിയുന്നവൻ അലീം എന്ന പ്രത്യേകത, ഖബീർ, സൂക്ഷ്മമായി അറിയുന്നവൻ, ഈ പ്രത്യേകത റബ്ബ് സുബ്ഹാനഹു വ തആലക്കുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ രാഷ്ട്രീയമായ ചർച്ചകളൊക്കെ ഒരു ജനാധിപത്യ രാജ്യത്തുണ്ടാകും. എന്നാൽ വലിയൊരു തെരഞ്ഞെടുപ്പ് ഇവിടെ നടക്കുന്നുണ്ട്. നന്മയും തിന്മയും തമ്മിലുള്ള തെരഞ്ഞെടുപ്പ്, ഏകദൈവാരാധനയും ബഹുദൈവാരാധനയും തമ്മിലുള്ള തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിൽ നീതിയും അനീതിയും തമ്മിലുള്ള, ക്രമവും അക്രമവും തമ്മിലുള്ള തെരഞ്ഞെടുപ്പിൽ നീതിയെ തെരഞ്ഞെടുക്കാൻ, സത്യത്തെ തെരഞ്ഞെടുക്കാൻ, ഏകദൈവാരാധനയെ തെരഞ്ഞെടുക്കാൻ, പരലോകത്തെ തെരഞ്ഞെടുക്കാൻ
വിശ്വാസം എല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു വിശ്വാസമാണ്. എല്ലാവരെയും സൃഷ്ടിച്ച് എല്ലാവർക്കും അറിയുന്ന ലോകത്തിൻ്റെ സൃഷ്ടാവിനെ മാത്രം ആരാധിക്കുക എന്ന മഹത്തായ സന്ദേശം. ആ സന്ദേശത്തെ അറിയാൻ, പഠിക്കാൻ, മനസ്സിലാക്കാൻ നാം തയ്യാറാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.